മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി. മുസ്തഫ മുസ്തഫ don't worry മുസ്തഫ കാലമ്പം തോഴൻ മുസ്തഫ day by day வாழ்க்கைப்பயணம் day by day உண்டாத ஷிப்பே ஃப்ரெண்ட்ஷிப்பா. டேய் கொஞ்சம் தள்ளு, கொஞ்சம் தள்ளி இரு, எனக்கு இங்க பெருக்கணும். കനകാന്റെ എന്തിനാണ് ഇപ്പൊ എന്റെ മൂട്ടിൽ തന്നെ പെരുക്കാൻ പറഞ്ഞ അവിടെ വല്ലതും പോച്ചല്ലേ, പോയി അടുക്കള വല്ലതും പോയി പെരുക്ക് പോ. டேய் இங்க எல்லாம் க்ளீன் பண்ண வேண்டாமா, எழுந்துரு നീ. കനകാന്റെ പേര് പ്രശ്നമല്ല കനകാന്റെ, എനിക്ക് എപ്പോ നോക്കിയാലേ പണിയെടുത്തോണ്ടിരിക്കാനേ പറ്റത്തുള്ളൂ. അങ്ങോട്ടോ ഇങ്ങോട്ടോ എവിടെ 5 മിനിറ്റ് ചുമ്മാ തരി. என்னடா இது, இங்க எல்லாம் க்ளீன் பண்ண வேண்டாமா? ഒരു മനുഷ്യനെ ഈ വീട്ടിൽ 5 മിനിറ്റ് സ്വസ്ഥമായിട്ടിരിക്കാൻ സമ്മതിക്കില്ല കനകാന്റെ. അവിടെ ഇവിടെ തെണ്ടാൻ പോയിട്ട് തിരിച്ചു വീട്ടിൽ വന്നിട്ട് വെള്ളം ഉണ്ടാക്കുന്ന എന്തോ നിന്റെ പ്രശ്നം? തണ്ടാൻ പോയെന്ന് ആര് തണ്ടാൻ പോയെന്ന്? നീ ഞാൻ ചേച്ചി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക, ഞാൻ ഒന്നാമത് വേറെ തിരിക്കുകയാണ്. അല്ല നിങ്ങൾക്കൊക്കെ എന്തിനാണ് പ്രശ്നം? ഒരുത്തൊന്നും അല്ലെങ്കിൽ പുറത്ത് പോയിട്ട് ഇവിടെ തിരിച്ച് വീട്ടിൽ കയറി ഒന്ന് ചുമ്മാ ഇരിക്കട്ടെ നിങ്ങൾ വിചാരിച്ചാ പോരെ. എല്ലാ പ്രശ്നത്തിനും കയറി ഇടപെടേണ്ട കാര്യം എന്തിനാണ്? ഞാൻ പോട്ടെന്ന് വിചാരിച്ച എല്ലാത്തിനും വിട്ട് അപ്പൊ തലേ കയറുന്ന തില്ലാൻ കളിക്കണ്. ചിരി ചിരി, നമുക്ക് എന്തെങ്കിലും തെറ്റിക്കഴിഞ്ഞാൽ ഉടനെ അങ്ങ് കിണിച്ചോണം. നിനക്ക് എന്താണോ പ്രശ്നം? നിനക്ക് വിശക്കുന്നുണ്ടോ? വിശക്കുന്നുണ്ട്. அப்படி சொல்லு. நீ வா, நான் தோசையும் நல்ல ഓംലെറ്റും പോട്ട് തരാം. വാ വാ. അതെ, ഒരു 10-15 ദോശയും കുറച്ച് ഓംലെറ്റ് അങ്ങ് ഉണ്ടാക്കി കൊടുക്കാൻ. ഈ തിളപ്പുണ്ടല്ലോ അതൊക്കെ ഒന്ന് അണയട്ടെ. ചേച്ചിക്ക് എന്ത് ചേച്ചി, എന്തിനാണ് ഇവിടെ കയറി ഇങ്ങനെ ചവിട്ടി തേച്ചിരിക്കണം? അങ്ങ് പൊക്കൂടെ വീപ്പളത്തോട്ട്? ഞാൻ പോണ വരുന്നോടൊക്കെ ഞാനങ്ങ് തീരുമാനിച്ചോളാം. തനിക്കെന്താ ചേച്ചി? കളിക്കല്ലേട്ടാ, തലേ കയറുന്ന ഇറങ്ങിയാലേ ഞാൻ ചേച്ചിയാണെന്നുള്ള കാര്യം അങ്ങ് മറക്കും. ഒരു കൊച്ചിന്റെ അമ്മയാണെന്നുള്ള കാര്യം പിടിച്ച് തേക്കും ഞാൻ. கொஞ்சம் தள்ளு. இது என்னது சண்டை போடுறீங்க? புதுசா இருக்கு. അവന്റെ തലയ്ക്ക് ഓളം ആന്റി. അയ്യോ എന്റെ തലയ്ക്ക് ഓളം എങ്ങനെ ഇരിക്കുന്നു? ചേട്ടന്റെ പ്രശ്നം എന്താന്ന് എനിക്ക് മനസ്സിലായി. മെർലിൻ ചേച്ചിയായിട്ട് വഴക്കിട്ടല്ലേ? നിന്റെ അടുത്ത് ആടി പറഞ്ഞു ഞാൻ അല്ല പിന്നെ ഇവിടെ എല്ലാത്തിനും അങ്ങനെ അഹങ്കാരമായി പോയി. അങ്ങ് അഴിച്ചു വിട്ടപ്പോ അങ്ങ് പോണ്. ഒരു വിലയില്ല നമ്മളെ. നോക്കിക്കോ, ഒന്ന് പിടിപിടിക്കാൻ വന്നു. മറ്റവളെവിടെ? ഏത് മറ്റവൾ? അയ്യോ അനിയത്തി നടത്തിന്റെ എവിടെ? അത് വല്ല പുറത്തെങ്ങാനും പോയി കാണും. എന്നെ പുറത്തും കാണും. പോന്ന് എവിടുന്ന് പറഞ്ഞില്ല? ഇല്ല പറഞ്ഞില്ല. ഓ പറഞ്ഞില്ല. നീ പറഞ്ഞിട്ടാണോ പോവാറല്ലോ? അല്ല ഞാൻ പറഞ്ഞില്ലല്ലോ പോവാറ. ചേച്ചി അതിവിടെ വിട്. നീ ചോദിച്ച അവളോടാ പോണേന്ന്? ഞാൻ ചോദിച്ചാ കഴിഞ്ഞാലേ ചേച്ചിനെ ചാടി കടിക്കാൻ പറ്റും. തടിക്കറി കടിക്കാൻ പറ്റും. അങ്ങനെയാണല്ലോ, ചാടി കടിക്കാൻ വരുമല്ലോ. കനകാണ്ടിക്ക് അറിയാവോ അവളോടൊപ്പം? எனக்கு தெரியல. அவன் என்கிட்ட ஒண்ணுமே சொல்லாம போயிட்டா. ഉങ്കിട്ട് സൊല്ലാമ പോയിട്ടാ എനിക്കറിഞ്ഞോളാം, മറ്റേവർക്ക് അറിഞ്ഞോളാം. ഇവിടെ ആർക്കും അറിയാവുന്ന അവളെവിടാ പോയെന്ന്? ഇവിടെ ആർക്കും അറിയാവുന്നേ? എനിക്കറിയാവോ? നിങ്ങൾക്ക് അറിയാവോ? നിനക്കറിയാവോ? ആനിക്കറിയാവോ? എവിടോ പോകുന്നു. ആർക്ക് വേണമെങ്കിലും തോന്നുമ്പോ ഇവിടെ, ആർക്ക് വേണമെങ്കിലും തോന്നുമ്പോ പോവാ. ആരോടൊന്നും പറയണ്ടല്ലോ. എന്ത് പ്രശ്നം? ഇവിടെ ഇത്ര നേരം കിടന്ന് വിളമ്പിയിട്ട് ഇത്രയും ഷോ കാണിച്ചിട്ട് ചോദിക്കാതെയും പറയണ മോനെ എങ്ങോട്ടാ പോണേ? ഞാൻ എവിടെ പോണെന്ന്? ഞാൻ എവിടെ പോണില്ല. ഞാൻ ഇവിടെ കാണും. നമ്മള് വന്ന് ഏൽപ്പിച്ച. ഞാനും ഈയിടെയായിട്ട് കേശുവിനെ ശ്രദ്ധിക്കുവന്നേ. അവന് ഭയങ്കര ദേഷ്യം. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേനെ അവൻ ദേഷ്യപ്പെടും. അതെ, അവന്റെ അച്ഛൻ ബാലുവിനെ പോലെ തന്നെ. அது அம்மா சொன்ன கரெக்ட். பாலு அண்ணாவும் அப்படியே தான். எதா ஒண்ணு சொன்னா அப்படியே கோவப்படுவாரு. അവന്റെ ദേഷ്യമൊക്കെ അവന്റെ കൈ തന്നെ അങ്ങ് വെച്ചാ മതി. എന്റെ അടുത്തൊക്കെ അതൊക്കെ ഇറങ്ങിയുണ്ടല്ലോ. ചേച്ചി കേശുയുടെ ഫോണിൽ ആരായിട്ട് സംസാരിച്ചോണ്ടിരിക്കുക. ദേഷ്യത്തിലാ സംസാരിക്കുന്നത്. ഫ്രണ്ട്സ് ആണെന്ന് തോന്നുന്നു. വീട്ടുകാരോട് കാണിക്കുന്ന പോലെ നാട്ടുകാരോട് കാണിച്ചാലേ നിന്റെ ചേട്ടൻ നിന്നങ്ങ് കൊള്ളും. ആർക്കും കേശുവിനെ അങ്ങനെ അടിക്കാനൊന്നും പറ്റൂല. എല്ലാവർക്കും കേശുവിനെ പേടിയാ. എന്റെ കൂട്ടുകാരെല്ലാം എന്താ പറയുന്നതെന്നറിയോ? കേശുയുടെ ഹീറോ ആണെന്ന്. സൂപ്പർ ഹീറോ. നാട്ടുകാർക്ക് മൊത്തം സൂപ്പർ ഹീറോ. എന്നാ മെർലിന്റെ മുമ്പിലോ വെറും സീറോ. എന്നെ കുറച്ച് കുത്തി പറഞ്ഞോണ്ടിരിക്കണേ. കുത്തി പറഞ്ഞല്ലോ, ഉള്ള കാര്യം പറഞ്ഞ. അയ്യേ നിങ്ങക്കൊന്നും പറയല്ലേ? നാക്കറിയിപ്പോയാ? എന്നെ പറ്റി ഞാൻ വന്നപ്പോൾ തന്നെ അങ്ങ് നിർത്തി പറയണത് അല്ലേ? നിനക്ക് എന്താടാ? നിനക്ക് എന്താ നിന്റെ പ്രശ്നം? എന്താ? എനിക്ക് ഭയങ്കര പ്രശ്നമാണല്ലോ. അയ്യോ നമുക്കാണല്ലോ എല്ലാ പ്രശ്നം. டேய் என்னடா பிரச்சனை? ഞാനല്ല പ്രശ്നം, ഇതാണ് പ്രശ്നം. ഉള്ള എല്ലാത്തിനും വളവിട്ട് കൊടുക്കുന്നത് ചേച്ചിയാണ്. ചേച്ചി
ആടാ ഞാൻ സഞ്ചിയിൽ വളം തൂക്കി കൊടുത്ത് നടക്കുവാണല്ലോ എന്നിട്ട് കാണുന്ന കാൽച്ചോട്ടിൽ വളം ഇട്ട് ഇങ്ങനെ കൊടുത്തു നടന്നുകൊണ്ടിരിക്കും. അയ്യോ അയ്യോ, ഈ സമയത്ത് കോമഡി പറയാൻ മാത്രം ബെസ്റ്റ് ആണ്. മോനെ കേശു, എന്താ എന്താ നിന്റെ പ്രശ്നം? അമ്മൂമ്മയോട് പറ. അമ്മൂമ്മ അടുത്ത് പറഞ്ഞാൽ ഞഞ്ഞായിരിക്കും. ഒന്നുമില്ല എന്റെ പൊന്നെ അമ്മൂമ്മോ, എല്ലാത്തിനും പ്രശ്നം ഇത് തന്നെ. ഞാനൊന്നും ചെയ്തില്ല. എന്റെ ശിവ എവിടെ? കാര്യമില്ല അമ്മൂമ്മ, ശിവ എവിടെ? അതെവിടാ നീ അങ്ങ് വിളിച്ചു ചോദിച്ചാ പോരെയോ? அது கரெக்ட் தானே, நான் வேணா கூப்பிட்டு கேக்குறேன். ആന്റി ഒന്ന് വായി വെച്ചിട്ട് മിണ്ടായിരിക്കോ? ശിവ എവിടെ നിന്ന് പറഞ്ഞിട്ടാണോ പോയത്? അത് നീയും പറയാറില്ലല്ലോ. എന്തിന് ഈ പറയുന്ന പാറ പോലെ എവിടെയെങ്കിലും പോകുമ്പോ പറയാറില്ല. പിന്നെ പേരിനൊരു അമ്മൂമ്മയെന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ ഗമയിൽ ഇങ്ങനെ നടക്കുന്നേ ഉള്ളൂ. അല്ലാതെ ആരും എന്നോടൊന്നും പറയാറില്ലേ. ഞാനവിടെ പോയെന്ന് എനിക്ക് ഗേറ്റ് വരെ പോകാനുള്ള അനുവാദേ ഉള്ളു. ഞാൻ കടയിൽ ഒറ്റയ്ക്ക് പോലും പോയിട്ടില്ല. അയ്യ, ഒറ്റയ്ക്ക് പോലും പോയിട്ടില്ല. നീ ഒന്ന് പോയി നോക്കണേ. കാലവര തൂക്കണ തറവാല അടിച്ചോളാം ഞാൻ. അതുകൊണ്ടല്ലേ ഞാൻ പോവാത്തെ. നീ മിണ്ടാരിയേ. എടാ മനസ്സിലെന്തെങ്കിലും ഞാൻ തുറന്നു പറയടാ. கேசு என்னன்னா சொல்லு. ഓ ശരി, ഞാൻ സൊല്ലാം. അവൾ എന്തിനാണ് മറ്റേ അടുത്ത് കാര്യം പറഞ്ഞോണ്ടിരിക്കുന്നത്? മറ്റേ ശിവുവിന്റെ അടുത്ത് നമ്മുടെ ചേച്ചൻ അനിയത്തി എന്തിനാണ് കാര്യം പറഞ്ഞോണ്ടിരിക്കുന്നത്? അത് ചിലപ്പോ വഴിയിൽ വെച്ച് കണ്ടപ്പോ മിണ്ടിയതായിരിക്കും. വഴി വെച്ച് കണ്ടപ്പോ മിണ്ടിയതായിരിക്കും. പിന്നെ ഞാൻ അങ്ങോട്ട് പോവായിരുന്നു. ഞാനും എന്റെ ഫ്രണ്ട് കൂടെ ബൈക്കില്. അപ്പോഴാണ് അവൾ അവന്റെ തുറക്കാത്ത കടയുടെ ഫ്രണ്ടിൽ രണ്ടുപേരുടെ കാര്യം പറഞ്ഞോണ്ടിരിക്കുന്നത്. എന്നിട്ട് നീ അവനോടൊന്നും പറഞ്ഞില്ലയോ? ഞാൻ എന്താ പറയാനാ, ഞാൻ ബൈക്കിലായിരുന്ന. ഞാൻ അവസാനമാണ് കണ്ടത്. ആദ്യം എന്റെ ഫ്രണ്ടാണ് കണ്ടത്. അതെ, കാര്യം ഞാൻ പറഞ്ഞേക്കാം. യഹ്മാരൊക്കെ എങ്ങനെയാണ്, എങ്ങനത്തെ ഉള്ളവന്മാരെ നമുക്ക് നേരെ അറിയത്തൊന്നുമില്ല. ഇങ്ങനെ കാര്യം പറഞ്ഞ് അടുത്ത് കൂടും. പിന്നെ അവസാനം കിടന്ന് കൈയും കൈയോട് അടിച്ചിട്ട് കാര്യമില്ലേ. ഇങ്ങോട്ട് ചോദിക്കും, ഇങ്ങോട്ട്. എടാ അവളിപ്പോ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് അവൾക്ക് നിക്കാനും അറിയാം. അതനുസരിച്ച് അവക്ക് നിക്കാനും അറിയാന്ന്. ചേച്ചിയാണ് എല്ലാത്തിനും പ്രശ്നം. ചേച്ചിയാണ് വളം വെച്ച് കൊടുക്കണത് കേട്ടോ. അതെ, ഞാൻ തന്നെയാണ് വളം വെച്ച് കൊടുക്കുന്നത്. ഞാനിട്ട വളമാണല്ലോ നിനക്കുള്ളത്. അതെ, അതുകൊണ്ടാണ് നീ വളർന്ന് തഴച്ച് കൊലച്ച് തൊലഞ്ഞു പോയത്. ഞാൻ എന്തായാലും പറയാമെന്ന് ഇവിടെ ഫുൾ അലമ്പ്. ഞാൻ പോണിഞ്ഞേ. എന്നെ നോക്കണേ എന്തിനും? അവൻ പറഞ്ഞതിലൊക്കെ എന്തോടി തെറ്റ്? അതിപ്പോ അവിടെ ആ ചെറുക്കൻ്റെ അടുത്ത് മിണ്ടിയെന്നും പറഞ്ഞപ്പോ എന്താ പ്രശ്നം? അവൻ പറയുന്നത് ശരിയാ. നീയാ എല്ലാത്തിനും വളം വെച്ച് കൊടുക്കുന്നേ. ആ പ്ലേറ്റിംഗ് ഒന്ന് കനയാൻറ്റി. നീ എന്ത് പട്ടിഷോ കാണിക്കണ? നീ എന്തിനാ പാത്രം കൊടുത്ത് താഴെട്ടെ? അതിനുശേഷം വേറൊരു സൗണ്ട് കേട്ടായിരുന്നല്ലോ. എന്തായിരുന്നു? ഒന്നും കൂട്ടാൻ പറ്റൊന്നുമില്ല. അതെ, നീ പാത്രം തായിട്ട് എന്തിനാന്ന് പറ. ചേച്ചി ഞാൻ ഒരു കാര്യം പറയാം. എന്താ കേശു, ഞാൻ എന്തിനാ? ഞാൻ ചുമ്മാ അവിടെ ഇങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ. അങ്ങനെയൊന്നും അല്ലല്ലോ. നിന്റെ വരവിന് മറ്റു ഉദ്ദേശം ഉണ്ടായിരുന്നു. മറ്റെന്തൊരു ഉദ്ദേശം? കേശു, നിനക്കെന്തെങ്കിലും ശിവയോട് പറയണമെങ്കിൽ നീ അവളോട് പറയാ. അല്ലാതെ ലച്ച് പറയുന്നല്ലേ ഇവിടെ കിടന്ന് പട്ടി ഷോ കാണിക്കല്ല വേണ്ടുന്നത്. ഞാൻ ശിവയോട് പറഞ്ഞോളാം. പറയാ മാത്രല്ല മുഖം നോക്കി അവർക്ക് കൊടുക്കുന്നുണ്ട്. டேய் கேசு, நீ என்ன பேச்சு பேசுற? அவ பெரிய பொண்ணு, அடிக்கலாம் முடியாது. പൊണ്ണോ പയ്യനോ എന്നുള്ളതൊന്നുമല്ല ഇവിടുത്തെ പ്രശ്നം. കൈകാര്യം ചെയ്യേണ്ട രീതിയിൽ നമ്മൾ ചെയ്തോളാം. മൂത്തനെ കണ്ടല്ലേ ഇളയത് പഠിക്കുന്നേ. അല്ല, എല്ലാരും പറയുന്നൊന്ന് നോക്കിയതാ. വേണ്ട കേട്ടാ, ആവശ്യമില്ലേ. ഈ സമയത്ത് അവരുടെ കാര്യമില്ല. വായമിച്ചൊരു ഉണ്ടായിരുന്നു നിനക്കുള്ള. അത് തന്നെ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. അവളെ ഞാൻ കൈകാര്യം ചെയ്യുമ്പോ എല്ലാരും വായും വെച്ചൊരു ഉണ്ടായിരുന്നാ നിങ്ങൾക്ക് ഇടയെ കയറാൻ വരില്ലേ. ഒന്നാമത് ആവശ്യമില്ലാത്ത പ്രശ്നമാണ്. വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കാം. ഞാൻ പ്രശ്നം ഉണ്ടാക്കും. അങ്ങനെ വലിയ പ്രശ്നമാണെങ്കിൽ നമുക്ക് കാണാമല്ലോ. വാ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അവൾ ഇങ്ങോട്ട് വന്ന് കയറി ഞാൻ അവളോട് കാര്യഗൗരവമായിട്ട് സംസാരിച്ചു തുടങ്ങുമ്പോ ആരെയും അതിന്റെ ഇടയ്ക്ക് കയറിയാ ലച്ചേച്ചിയെ പ്രത്യേകിച്ച് ചേച്ചി ഇടയ്ക്കേറിയ അമ്മച്ചേടെ തൂക്കിയെടുത്തിയായി അവിടെ കുഴപ്പത്തുണ്ട് വിടും കേട്ടോ. ഓ കാണാം. അതെ, ഈ വീട് ഇപ്പൊ നിന്റെ പേരിൽ മാത്രമല്ല എന്റെയും കൂടെ പേരിലാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ തീരുമാനിക്കും എങ്ങോട്ട് പോണം എങ്ങോട്ട് വരണം എന്നൊക്കെ ഉള്ളത്. പിന്നെ എന്തോ വാടേ രാവിലെ തന്നെ കച്ചറ. അല്ല കേശുവേ, നിനക്ക് ഈ വീട്ടിൽ കിടന്ന് ബഹളം വെക്കണ സ്വഭാവം ഇത്രയിട്ട് മാറിയില്ലേ? ചേച്ചി എന്താണ് വീടെന്നോ വാടക എന്നൊക്കെ പറയുന്ന കേട്ട് വീണ്ടും അടക്കായ രണ്ടും കൂടെ. சிவா, நீ காலையில ஒண்ணுமே சாப்பிடாம தானே போன? நீ வா, நான் உனக்கு தோசை சுட்டு வச்சிருக்கேன், தரேன். இப்போ வர வர உனக்கு இந்த சாப்பாட்டு விஷயத்துல எல்லாம் கண்டுக்கவே மாட்டேங்கிற. அந்த ரீதியெல்லாம் கொஞ்சம் மாத்தணும்டா. ആന്റിക്ക് എന്താണ് ആന്റി
പെട്ടെന്ന് എന്റെ രീതി ശീലമൊക്കെ മാറ്റാനായിട്ടൊരു ഒരു അടവ് ഏട്ടാ ചേച്ചി എന്താണ് പ്രശ്നം? അതെ ഞാൻ പറയുന്നത് നീ കൊറേ പറയേണ്ടി വരും. നീ ഇതവിടെ പോയതാ കൊച്ചേ? ഞാൻ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയത്. ഇവിടെ ആരുടെ ചോദിച്ചിട്ടാണ് നീ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയത്? ഇവിടെ ആരുടെ ചോദിക്കാനാ? അപ്പുറത്തെ രാജ്യത്തൊന്നും അല്ലല്ലോ, ഈ ജംഗ്ഷനിലല്ലേ. പിന്നെന്തുവാ? നീ ചോദിക്കാതെ പറയുന്നത് ഫ്രണ്ടിന്റെ വീട്ടിൽ പോയാലോ അടിച്ച് പൊട്ടിക്കാ. ആ ഇയാള് വായ കൊണ്ട് അടിച്ച് പൊട്ടിക്കാനായിട്ട് ഇയാള് പറയുന്ന കേട്ടാ മതി കേട്ടാ. നിങ്ങൾ പറയുന്നത് കേട്ട് നിൽക്കാനായിട്ട് ഞാൻ തന്നെ കൊച്ച പറയണേ കൊച്ചെ ലെറ്റു സ്നേഹിച്ച് അങ്ങ് അറ്റ സ്നേഹിക്കും. എടഞ്ഞാലുണ്ടല്ലോ അറിയാലോ കൊമ്പനാണ് ഞാൻ. ഇയാള് കൊമ്പനല്ലേ കുഴിയാനാണെന്ന് പോയേച്ചി അവിടെ കറിയാൻറ്റി ധൈര്യം വിളിച്ചോണ്ട് പോയി, അല്ലെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഇവിടെ മേടിക്കും. പോ വിളിച്ചോണ്ട്. சிவா வா சாப்பிடலாம். എന്തിനാ நிறைய விஷயம் பேசுறதுக்கு இருக்கு. ശിവ നിന്റെ അടുത്ത് ഞാൻ പോവാനാ പറഞ്ഞത്. പോ. ദോശ സുടു സുടാ തറേൻ വാ. എന്റെ ദൈവം ഏത് നേരത്താണ് കുഴിപ്പടത്തൊക്കെ ഇങ്ങോട്ട് വരാൻ തോന്നിയത്? നോക്കിക്കോ ആ കൊച്ചിനെ ഇടല്ലേ നിന്നെ ശരിയാക്കും. കേശു എന്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യല്ലേടാ. ആ തുറക്കാൻ സമ്മതിച്ചാ അതിന്. ஐயோ சிவா, நீ போனதுக்கு அப்புறம் இங்க பெரிய பிரச்சனையாச்சு. கேசு வந்து சத்தம் போட்டா. உனக்கு இதெல்லாம் தெரியுதா? എന്ത് പ്രശ്നേ? എന്റെ കൊച്ചെ ആ ചെറുക്കൻ നിന്നെ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഇരുന്നതാ. അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ ഒരു ആവശ്യമില്ലാത്ത ചീത്ത പറഞ്ഞേ. കേശുവേട്ടന്റെ സ്വഭാവം അറിയാലോ. കേശുവേട്ടൻ എല്ലാരെയും മഞ്ഞിക്കിടും. ഞാൻ ഇപ്പൊ കൂടെ പറഞ്ഞതുള്ളൂ എന്റെ കൊച്ചിനെ ഒന്നും ചെയ്യല്ലേന്ന്. ഏത് കൊച്ചിനെ? உன்னதான் வேற அல்லாம யாரு? പിന്നെ കേശുന് വരട്ടെ കൈകാര്യം ചെയ്യാനായിട്ട്. അല്ല അവൻ എന്താണ് പ്രശ്നം? ആ നീ പറ്റ കുറച്ചത് എന്താണ്? അല്ല എന്താണ് വിഷയം? ഇവിടെ എല്ലാവരും പറഞ്ഞല്ലോ നീ എന്നെ പിടിച്ച് മൂക്കി കെട്ടാൻ നിൽക്കുവാന്നോ വിഴുങ്ങാൻ പോവാന്നൊക്കെ. എന്താണ് കാര്യം? അതെ, രണ്ടുപേരോടും കൂടെ പറയുക, എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ സംസാരിച്ച് തീർക്കാം. എന്തിന്? തല്ലി തീർക്കണോ? തല്ലി തീർക്കാൻ തന്നെ ചെയ്യും. എന്താണ് വിഷയം എന്ന് പറ. കാര്യം എന്ത്? കാര്യം വേറൊന്നുമില്ല, ഇത്രയേ ഉള്ളൂ. നീ ഈ വീട്ടിൽ നിന്ന് എപ്പോഴെങ്കിലും അങ്ങോട്ടും എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ട് പോണം കേട്ടല്ല. പ്രത്യേകിച്ച് കേശുനോട് എവിടെയെങ്കിലും പോവാണെങ്കിൽ പറഞ്ഞിട്ട് പോണം. പ്രശ്നം തീർന്നു. ആ ശരി, ഇനി ഞാൻ ഈ വീടിന് പുറത്ത് ഇറങ്ങുവാണെങ്കിൽ നിന്നോട് പറഞ്ഞിട്ടേ ഞാൻ പോകത്തുള്ളൂ. പോരെ? ആ അത് മതി. ഹലോ ഓ നന്ദി, ശരി. ഇന്ന് വാ. അങ്ങനെ ഞാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ചില കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. ഞാൻ ഈ വീടിന് പുറത്തിറങ്ങുമ്പോൾ നിന്നോട് എവിടെ പോകണമെന്ന് പറയണമെന്നുണ്ടെങ്കിൽ സാറും ഈ വീടിന് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ എവിടെ പോവാണ്, ആരെ കാണാൻ പോവാണ്, എപ്പോഴാണ് ഇറങ്ങുന്നത്, എപ്പോൾ തിരിച്ചു വരും, ഈ ഡീറ്റെയിൽസ് എനിക്ക് കിട്ടണം. അങ്ങനെയാണ്. സാറിനത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഡീലാക്കാം. അങ്ങനെയാണെങ്കിൽ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാ പോരെ, അപ്പൊ പ്രശ്നം തീർന്നു. പെട്ട് 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 പറ, ഓക്കെ ആണോ? ഇപ്പൊ പറയണ ഓക്കെ ആണോ അല്ലയോ? சிவா சிவா ഇത് ഓക്കെ അല്ലേ? അപ്പോ சிவா എന്താണ്? அவனை நான் ஒத்துக்க வைக்கிறேன். ശരി. ஆனா நான் சொல்றது கொஞ்சம் கவனமா கேட்கணும். நீ அவனுக்கு பிடிக்காத ஃப்ரெண்ட்ஷிப் நீ வச்சுக்க கூடாது. അവനക്ക് പിടിക്കാത്ത ഫ്രണ്ട്ഷിപ്പ് ഞാൻ വെച്ചിക്ക കൂടാതെ. അതെടുത്ത് പോണു. കനകാന്റി, അമ്മുമ്മ, ഇവിടെയുള്ള എല്ലാവരും കേൾക്കാൻ വേണ്ടി ഞാൻ പറയുവാണ്. പിന്നെ മെർലിൻ കൊച്ചുണ്ടല്ലോ, എനിക്ക് ആദ്യം ഇവളെ കണ്ണെടുത്ത കണ്ടുടായിരുന്നു. എന്നിട്ടും ഇവനവളുടെ പുറകെ നടന്നു. അപ്പൊ ഞാൻ എന്തെങ്കിലും പറഞ്ഞോ? இல்ல. പറഞ്ഞോ അമ്മുമ്മ? ഇല്ല. പറഞ്ഞ ചേച്ചി? അതോടാ ഇല്ല. ഇല്ല, പറഞ്ഞില്ല. അപ്പൊ എന്റെ കാര്യത്തിൽ നീ ഇടപെടാൻ വരേണ്ട ആവശ്യമില്ല. പിന്നെ ആന്റി, ഈ ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ, അത് ഭയങ്കര പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആ കാര്യത്തിൽ ഇവിടെയുള്ള വേറെ ആരും കയറി ഇടപെടേണ്ട ആവശ്യം തൽക്കാലം ഇല്ല. അതെ, നമുക്ക് ഈ ചർച്ച ഇവിടെ നിർത്താൻ പറ്റുമെങ്കിൽ ശരിയാവില്ല. അതുകൊണ്ട് യോഗം പിരിച്ചുവിട്ടിരിക്കുന്നു. പിരിച്ചുവിട്ടിട്ടില്ല, എങ്ങോട്ടും പിരിച്ചുവിട്ടിട്ടില്ല. ഇവിടെ ചർച്ച ചെയ്യേണ്ട കാര്യം ഇവിടെ ചർച്ച ചെയ്ത് തന്നെ വേണം. ആരെയാണോ വെച്ചേ? ഞാൻ നീ പറയുന്ന പോലെ കേൾക്കാം. പക്ഷെ അങ്ങനെയാണെങ്കിൽ നീയും ഞാൻ പറയുന്ന പോലെ കേൾക്കണം. പിന്നെ സംഗതി നമ്മൾ ചേട്ടനോ അനീതിയാണ്, 1 വയസ്സിന്റെ വ്യത്യാസമേ ഉള്ളൂന്നുണ്ടെങ്കിലും നമ്മൾ ഇത്രയും നാളും ഫ്രണ്ട്സിനെ പോലെ തന്നെയായിരുന്നു. ആ കാര്യം എന്റെ പൊന്നു മക്കളും മറക്കരുത് കേട്ടാ. ചേട്ടാ, ചേട്ടനൊന്നും മിണ്ടായിരിക്കുന്നേ.
ശിവചേച്ചിയെ കാണാനില്ലെന്ന് പറഞ്ഞ് ചേട്ടൻ കടിച്ചു കയറാൻ വന്നേല്ലേ? ഓ ഓ ഓ അപ്പൊ അതാണ് വിഷയം. ഞാൻ പോയിട്ട് കുറെ നേരം ആയി, എന്നെ കാണാനില്ല. അത് ഓർത്ത് എന്റെ ബ്രോ അങ്ങ് ടെൻഷൻ അടിച്ചു പോയോ? എന്റെ അമ്മുമ്മ, ഇതേപോലത്തെ ഒരു ബ്രോയെ വേറെ എവിടെ കിട്ടും? ഞാൻ കടലിൽ ചാടുന്ന് പറഞ്ഞാൽ ബ്രോയും കടലിൽ ചാടും, ഞാൻ കയറി ചാടുന്ന് പറഞ്ഞാൽ ബ്രോയും കയറി ചാടും. ഷോ, ഞാൻ എന്ത് ചെയ്തിട്ടാ ദൈവമേ ഇതേപോലത്തെ ഒരു ബ്രോയെ എനിക്ക് തന്നേ? சிவா, அது நீ சொன்னது கரெக்ட் தான். முன்னாடி இருந்தே உங்க பாசம் பார்த்தா எல்லாருக்கும் பொறாம வரும். കേട്ടാ? കേട്ടടി കേട്ട് ഇവിടെ കേട്ടോണ്ട് നിക്കണ്. എന്നിട്ട് ചിലതൊക്കെ കാണുകയും ചെയ്യണ്. അതാണ് ഇവിടെ സഹിക്കാൻ വയ്യാതെ നിക്കണത്. ഞാൻ എന്തായാലും പറഞ്ഞാൽ കൂടിപ്പോ ഞാൻ പോണ. ഞാൻ ഇവിടെ എന്താ ശരിയാവില്ല. ആ ദേ പോയി. ഇതിപ്പോ സായിപ്പിനെ കണ്ടപ്പോ കവാത്ത് വന്നു പറഞ്ഞ പോലെ ആയല്ലോ. ഇവിടെ കണ്ടപ്പോഴത്തേക്ക് അവന്റെ ആവേശം മൊത്തം പോയി. എന്തൊക്കെയായിരുന്നു, പാത്രം എടുത്ത് താഴെ ഇടുന്നു, ഭിത്തിയാലിടിക്കുന്നു. യോ, എന്തൊക്കെ പ്രകടനമായിരുന്നു ഇവിടെ കാഴ്ചവെച്ചത്. അതാണ് ശിവചേച്ചിയുടെ പവർ. ശിവചേച്ചി സൂപ്പർ വുമൺ അല്ലേ? എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുക, ശരിക്കും എന്താ പ്രശ്നം ഇവിടെ? சிவா, அது வந்து அம்மா நீங்க சொல்லுங்களேன். ഞാനിപ്പോ എന്താ പറയാനാ? ലച്ചു പറ. എടേ ആരേലും പറയടേ, എന്താണ്? കൊച്ചെ, വീട്ടിലേക്ക് വരുന്ന വഴി നേരെ വീട്ടിലേക്ക് വന്ന പോരെ? എന്തിനാണ് ഈ വഴി കാണുന്നവരോടൊക്കെ അവിടെ തന്നെ സംസാരിച്ചിരിക്കുന്നത്? വഴി കാണുന്നവരാ? ഞാൻ ആരോട് സംസാരിച്ചൊന്നുമില്ല. ആ കെമിക്കല് അല്ല, ഷിബുറോക്സ്. അപ്പൊ റോക്സിനോട് സംസാരിച്ചതാണ് വിഷയം. അതെ, ഞാൻ പുള്ളിയെ വഴി വെച്ച് കണ്ടതൊന്നും അല്ല. ഞാൻ ആളുടെ ഷോപ്പിന്റെ ഫ്രണ്ടിൽ കൂടെ വന്നപ്പോഴത്തേക്കും പുള്ളിയാണ് ഇങ്ങോട്ട് വന്ന് സംസാരിച്ചത് എന്റെ അടുത്ത്. അവൻ എന്തോ സംസാരിച്ചേ? പറ ശിവ, എന്തോ അവൻ സംസാരിച്ചേ? ഒന്നുമില്ല അമ്മൂമ്മ. சிவா, சொல்லுமா என்ன பேசினா? എന്തോ സംസാരിച്ചേ? എന്റെ ശിവ പറ, അവൻ എന്തോ സംസാരിച്ചേ? അത് ഞാൻ പറയണ്ടെന്ന് വെച്ചതാണ്. റോക്സിന്റെ അടുത്ത് സീക്രട്ട് ആയിട്ട് പറഞ്ഞതാണേ. കാര്യം വേറൊന്നുമില്ല. അതായത് പുള്ളിയുടെ വീട്ടില് ഈ കാര്യം പറഞ്ഞു. അപ്പൊ ഒരു കുടുംബസമേതം അടുത്ത ഞായറാഴ്ച ഇവിടെ പെണ്ണ് വയ്ക്കാൻ വേണ്ടി വരുന്നുണ്ട്. അമ്മയ്ക്ക് ഫോട്ടോ കാണിച്ചു കൊടുത്തു. അത്രേ ഭയങ്കര ഇഷ്ടമായി, നല്ല തങ്കപ്പെട്ട കൊച്ചെന്ന് പറഞ്ഞു. അവർക്ക് എത്രയും വേഗം എന്നെ അങ്ങോട്ട് വീട്ടിലോട്ട് കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹം. അപ്പോ ഞാൻ ഓക്കെ പറയട്ടെ? ശിവ, சிவா, അല്ല എന്താ ഒരു പ്രശ്നം? അവര് ചുമ്മാ വന്നിട്ട് കണ്ടിട്ടൊക്കെ പൊക്കോളും. ഇതൊക്കെ ഒരു നാട്ടു നടപ്പല്ലേ അമ്മൂമ്മ? നാട്ടു നടപ്പാന്ന് പറഞ്ഞോണ്ട് നീ അങ്ങ് സമ്മതിച്ചോ? ഞാൻ എന്തിനു സമ്മതിക്കാണ്ടിരിക്കണം? അല്ലെങ്കിൽ തന്നെ ഇത്രയും ആശിച്ച് മോഹിച്ച് നിൽക്കുന്ന ഒരാളോട് ഞാൻ എങ്ങനെ നോ പറയാ? ഇനിയിപ്പോ കേശുവിന്റെ സമ്മതം കൂടെ വാങ്ങാനുള്ളൂ. എനിക്കിഷ്ടാന്ന് പറഞ്ഞാൽ അവൻ എന്തായാലും സമ്മതിക്കും. അല്ലെങ്കിലും എന്റെ ഒരു ഇഷ്ടത്തിന് അവൻ ഇതിന് നിൽക്കൂല. ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിതം. 1600-ലധികം സർവകലാശാലകളും 1,00,000+ കോഴ്സുകളും. UG, PG, ഡിപ്ലോമ, MRS വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ. കൗൺസിലിംഗ് മുതൽ വിസ വരെ, ഫോറക്സ്, ലോൺ, ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടെച്ചിൽ. www.24studyabroad.com. കുടുംബങ്ങളോടൊപ്പമുള്ള ആത്മബന്ധം. ഫ്ലവേഴ്സ് ആൻഡ് 24, വിശ്വാസത്തിന്റെ ഉറപ്പ്. 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിതം. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 ഹലോ, എന്ത് വാ. എന്തടി? ഡേയ്, വിളിച്ചാ വന്നോണെങ്കിൽ വന്നേ. കഷ്ടമല്ല. എന്തിനാണ്? എന്തായാലും പറയാണ്ടേ പെട്ടെന്ന് പറ. എനിക്ക് ഒരു സ്ഥലം വരെ പോവാണ്ട്. നിനക്ക് എന്തെങ്കിലും പറയാണ്ടെങ്കിൽ നീ പെട്ടെന്ന് പറ. ഇല്ല, ரெண்டு பேருக்குமே ஒன்னும் சொல்லறதுக்கு இல்லைன்னா கேசு நீ எங்கேயாச்சும் போய்க்கோ, அதான் நல்லது. അവൻ എங்கേയും പോകുന്നില്ല. ഞാൻ ഇവിടെ ഇരുന്നേ. എന്തിനി? അവിടെ കയറി ഇരിക്കാൻ. കളിക്കണാടി. അവിടെ കിടന്നാലും വിളിച്ചിട്ട് അവിടെ ഇരിക്കാൻ പറയണ. അവിടെ പോയി. ശിവ, അങ്ങനെ കേശവനെ പിടിച്ചിരുത്തി. എല്ലാവരോടും കൂടി ആയിട്ട് ഞാനിപ്പോ ഒരു കാര്യം പറയാൻ പോവാണ്. ആരും ഇടയ്ക്ക് വർത്താനം പറയരുത് കേട്ടല്ലോ. ചേച്ചി, ഞാൻ കിച്ചണിൽ ചോർന്ന കാര്യം പറഞ്ഞേ. അത് നിനക്ക് തന്നെ പറഞ്ഞുകൂടി?
അത് ചുമ്മാ ഒരു തമാശ പറഞ്ഞല്ലേ മോളെ. ഇത്രയും സീരിയസ് ആയിട്ടുള്ള കാര്യം ആരെങ്കിലും തമാശ പറയോ ഉമ്മ? ചേച്ചി പറയുന്നുണ്ടോ ആ കാര്യം? ആ സിദ്ധുവിന്റെ കൊഴുപ്പ് അവിടെ നിന്ന് അനങ്ങി പോകുന്നതാണ്. എവിടെ പോണു? കാര്യം പറഞ്ഞിട്ടു. ചേച്ചി ചേച്ചി ഇവിടെ നിൽക്കണം. എൻ്റെ എല്ലാ കാര്യത്തിനും ചേച്ചിയാണല്ലോ സപ്പോർട്ട്. പണ്ടൊന്നും അങ്ങനെ ആയിരുന്നില്ല, പക്ഷെ എന്നാലും ഇപ്പൊ അങ്ങനെയാണ്. അതുകൊണ്ട് ചേച്ചി ഇവിടെ നിന്നേ വരത്തുള്ളൂ. സപ്പോർട്ടാ? ആര് സപ്പോർട്ട് ചെയ്ത്? എപ്പോ സപ്പോർട്ട് ചെയ്ത്? നിന്നെ ഏത് കാര്യത്തിലാണ് നീ സപ്പോർട്ട് ചെയ്തേക്കുന്നത്? പിന്നെ അറിയാത്ത പോലെ ഒന്ന് പോയേച്ചി അവിടെ നിന്ന്. ഓ ഇനിയിപ്പോ നിങ്ങക്ക് എല്ലാവർക്കും പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ തന്നെ അങ്ങ് പറഞ്ഞോളാം. കേശുവെ കേട്ടോ, നീ ഞാനും ശിവറോക്സും കൂടെ അവിടെ നിന്ന് സംസാരിക്കുന്നത് കണ്ടല്ലേ? ഓ കണ്ട്. അത് സംഗതി വേറൊന്നല്ല, അവനെ കാണാൻ വേണ്ടി നിന്നതാണ്. 2 പ്രാവശ്യം അവൻ ഫോൺ വിളിച്ചപ്പോ ഞാൻ എടുത്തില്ല. അവൻ എന്തിനാണ് നിന്നെ ഫോൺ വിളിക്കുന്നത്? എന്റെ ആവശ്യം എന്തിനാണ്? അല്ല നീ അവനടുത്ത് ഫോൺ വിളിക്കലെന്ന് പറഞ്ഞിട്ടില്ലായിരുന്ന? ഞാൻ എന്തിനാ ഫോൺ വിളിക്കണ്ടെന്ന് പറയണേ? വേണ്ട, നീ പറയണ്ട. ഞാനൊന്ന് അവനെ കാണുന്നുണ്ട്. അവന്റെ ഉണക്ക കട അത് മിക്കാനും തുടങ്ങുമ്പോ ഞാൻ തന്നെ കത്തിക്കും അത്. കേശുവേ, ആവശ്യമില്ലണ്ടോ എല്ലാം ചെയ്യാൻ പോയി കഴിഞ്ഞാ എന്റെ സ്വഭാവം നിനക്കറിയാലോ. ഞാൻ പറയുന്നേക്ക് നീ എന്താ പറ. ഞങ്ങൾ സംസാരിച്ചത് വേറൊന്നുമല്ല. അടുത്ത ഞായറാഴ്ച അവനും വീട്ടുകാരുടെ എന്നെ പെണ്ണ് കാണാൻ വരുവാന്ന് ഇങ്ങോട്ട്. ഞാൻ കേട്ടത് ശരിയല്ലെന്ന് വിചാരിക്കുന്നു. ശിവ, നീ ഒന്നുകൂടെ പറഞ്ഞ കേട്ടില്ല. ഒന്നുകൂടെ പറയടാ. അവനും അവന്റെ വീട്ടുകാരും കൂടെ അടുത്ത ഞായറാഴ്ച എന്നെ പെണ്ണ് കാണാനായിട്ട് ഇങ്ങോട്ട് വരുന്നെന്ന്. അവന്റെ അമ്മയ്ക്ക് ഫോട്ടോ ഒക്കെ കാണിച്ചു കൊടുത്തു. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായി. എത്രയും പെട്ടെന്ന് തന്നെ അങ്ങോട്ട് കൊണ്ടുപോയാൽ മതി എന്നാണ് അവര് പറയുന്നത്. നിക്ക് ചോദിക്കട്ടെ. നീ പറഞ്ഞ സീരിയസ് ആയിട്ട് പറഞ്ഞാണോ? എന്റെ ചേച്ചി ഇത്രയും സീരിയസ് ആയിട്ടുള്ള കാര്യം തമാശ പറയൂ? മകളടാ, ഇത് കളിച്ച കളിയല്ലായിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. നിനക്ക് അതിനുള്ള പ്രായമൊന്നും ആയിട്ടില്ല. നമുക്ക് പറയാം. നീ എങ്ങനെ എങ്ങനെ പ്രായമായിട്ടില്ലെന്ന് ആണോ? ഈ പ്രായത്തെ കൊച്ചിനല്ലേ അമ്മൂമ്മയുടെ മറ്റേ ബാലന്റെ കണ്ട മോനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി നോക്കിയത്? അത് പറഞ്ഞെന്നല്ലേ ഉള്ളൂ, നിശ്ചയിച്ചൊന്നുമില്ലല്ലോ. അത് പറഞ്ഞല്ലോ, ഇനി ഇതും പറഞ്ഞല്ലേ ഉള്ളൂ. നീ ഇപ്പൊ നിശ്ചയിക്കാലോ. ശിവ, ഇത് നമുക്ക് ശരിയാവൂല്ലോ. നീ അത് മനസ്സിലാക്കും. നീ ശിവ, ഞാൻ ഒന്നും കൂടെ ചോദിക്കണം. നീ ഇത് സീരിയസ് ആയിട്ട് പറയുവാണോ? പിന്നെ അല്ലാണ്ട് ചുമ്മാ നീ എന്തിനാ എതിർക്കാഞ്ഞേ? ഞാൻ എന്തിനാ എതിർക്കുന്നേ? നിങ്ങൾ പറ, ഞാൻ എന്തിനാ എതിർക്കുന്നേ? എന്ത്, അവൻ പഠിക്കാത്തോണ്ടോ? അല്ലെങ്കിൽ അവൻ്റെ പൈസ ഇല്ലാത്തോണ്ടോ? പിന്നെ ഈ ജാതി മതമൊന്നും നമ്മുടെ വീട്ടിലൊരു വിഷയമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് അതല്ല ഏതായാലും വിഷയം. അവൻ്റെ ചോക്ലേറ്റ് ബോയ് അല്ലാത്തോണ്ടോ? ഓ ഓ ഓ അപ്പൊ അവന് കേസുള്ളതുകൊണ്ടാണോ ഞാൻ എതിർക്കേണ്ടത്? പറ, എന്തിനാ എതിർക്കുന്നേ? അതിനാണോ ഞാൻ എതിർക്കണ്ടേ? ഞാൻ എന്തിനാണ് എതിർക്കേണ്ടത് ഇപ്പോ? അതൊന്നും അല്ല. പക്ഷെ അവൻ ഇത്തിരി നല്ലവനായോ ഇല്ലെന്നോ നമുക്ക് പറയാൻ പറ്റില്ല. ശിവ, നീ ഞങ്ങൾ പറയണേ. അവൻ ഇപ്പൊ വളരെ നല്ലൊരു വ്യക്തിയാണ്. ഇപ്പൊ ഒരു പുതിയ കടയൊക്കെ തുടങ്ങി ഒരു പുതിയ ജീവിതം തുടങ്ങാൻ പോവാണ്. നല്ലൊരു കാര്യല്ലേ? അല്ല, അതൊക്കെ ശരിയാണ്, സമ്മതിച്ച്. പക്ഷെ നിനക്ക് അങ്ങോട്ട് അങ്ങനത്തെ ഫീലിങ്സ് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് വെച്ചാ ശിവ എന്താ തുറന്നു പറ. നീ വാർന്നു പറ. അതിപ്പം ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് ചോദിച്ചാ ഉണ്ടായിരുന്നില്ലായിരുന്നില്ല. പിന്നെ എന്ത് പറയാനേ ചേച്ചി, ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ചെറിയൊരു ഇഷ്ടം പിന്നെ റോക്സിനോട്. അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള ഇഷ്ടമൊന്നുമല്ല കേട്ടോ, എന്നാലും എവിടെയോ ചെറിയൊരു ഇഷ്ടം. പിന്നെ ഞാനും വിചാരിച്ചെങ്ങും വന്ന് കണ്ടിട്ടങ്ങ് പോട്ടെ, ബാക്കിയൊക്കെ പിന്നെ തീരുമാനിക്കാലോ. ശിവ, നീ പറഞ്ഞുള്ളയാണോ? ഇപ്പൊ അവക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമല്ലേ അമ്മൂമ്മ? കേശു, അവക്ക് ഇഷ്ടമാണെന്നല്ലേ പറഞ്ഞേ. ഞാൻ എന്തിനു പറയാ? നമുക്ക് എല്ലാവർക്കും നമ്മുടെ അവള് നേരത്തെ പറഞ്ഞ ഓരോരോ ഇഷ്ടങ്ങളില്ലേ ഇല്ലേ? അല്ല, കുഴപ്പമൊന്നുമില്ല ശിവ. നീയേ അല്ല ചേച്ചി. പക്ഷെ ശിവ, നീ ഒരു കാര്യം അല്ലല്ലോ, നിനക്ക് എന്നോട് പറയായിരുന്നു. എന്നോടൊന്നല്ല, ആരുടെടുത്തേലും പറഞ്ഞു, ചേച്ചിയെടുത്തെങ്കിലും. കാരണേ നീ
നീ ചെറുതിനെ പോലെ ഒരു ചെറിയ മുട്ടായി കഷ്ണം കഴിച്ചാലും നീ ഉടനെ വിളിക്കണ്ട കേശുവേടാ എനിക്ക് ഇഷ്ടപ്പെട്ട് അല്ലെങ്കിൽ കൊള്ളാന്നൊക്കെ പറഞ്ഞുകൊണ്ട്. നിന്റെ ജീവിതത്തിൽ ഇത്ര വലിയ തീരുമാനം നീ എടുക്കുമ്പോൾ നീ എൻ്റെ അടുത്ത് പറയാറുന്നത് മോശമായി. കുഴപ്പമില്ല, ഞാൻ എന്താന്ന് വെച്ചാ എന്തായാലും മൂലയ്ക്ക് കാണും, അവിടെ നിർത്തിയാൽ മതി. ഒരു കുറ്റി പോലോ അരക്കുറ്റി പോലോ എവിടെയെങ്കിലും താങ്ങി നിർത്തിയേക്ക്. എന്തായാലും ഉണ്ടെങ്കിൽ വിളി, ചേണ്ട സ്ഥാനത്ത് കാണും. പറയായിരുന്നു നിനക്ക്, എന്നോടെങ്കിലും പറയായിരുന്നു. ഞാൻ ഒന്നും പറയില്ലല്ല. ഞാൻ എന്തായാലും പറയാ ചേച്ചി. അവളെ എന്തായാലും പറഞ്ഞിട്ടുണ്ടോ? ഞാൻ നേറ്റിങ്ങനെ ഞാൻ വിളി സംസാരിച്ചോ, കുഴപ്പമില്ല. ഞാൻ വിളിക്കാം. നേറ്റിങ്ങനെ മാത്രമല്ലടി, ഞാൻ പടവലത്തും വിളിക്കാം. കടിച്ചു തരാനേ നാളല്ലേ, ഇതിപ്പോ കരയുന്ന അനിയത്തിമാരുടെ കേസ് വരുമ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ചേച്ചി, അല്ലേ? പ്രഭാഷണം കഴിഞ്ഞായിരുന്നോ? പ്രഭാഷണേ കഴിഞ്ഞായിരുന്നോ? അണ്ടൻ ചെക്ക, എന്താ നിന്റെ വിചാരം? എന്താണ് അല്ല കുഴപ്പമില്ല, ഞാൻ ചുമ്മാ, എനിക്ക് വിഷയമൊന്നുമില്ല. ഞാൻ വിളിക്കാം ഇപ്പൊ വിളിക്കാം. വിളിച്ചു നോക്ക്, നിന്റെ മുട്ടാൽ ഞാൻ തല്ലി അടിക്കും കേട്ടല്ലോ. എടാ എനിക്ക് അങ്ങനത്തെ ഒരു ഇഷ്ടമുണ്ടെങ്കിൽ ആദ്യം നിന്റെ അടുത്തല്ലേ വന്ന് പറയത്തുള്ളൂ. ഇറങ്ങി ഞാൻ ചുമ്മാ തമാശക്കൊന്ന് ഇട്ട് നോക്കിയതാണ്. നോക്കുമ്പത്തേക്ക് രണ്ടെണ്ണം നിന്ന് മോങ്ങുന്നു, ഇത് കിളി മാറി നിക്കുന്നു. ഇതെന്താണ്? എടേ ഷിവു റോക്സ് വേറെ ഒന്നും പറഞ്ഞില്ല. അടുത്ത ആഴ്ച കടയുടെ ഉദ്ഘാടനമാണ്. കുടുംബസമേതം ക്ഷണിക്കാനായിട്ട് ഞാൻ വീട്ടിലോട്ട് വരുന്നുണ്ട്, എല്ലാവരും വരണം, വീട്ടിലോട്ട് വന്ന് ഞാൻ പറയാം എന്ന് മാത്രമേ പുള്ളി പറഞ്ഞുള്ളൂ. ഞാൻ ഇവിടെ ചുമ്മാ ഒന്ന് പൊലിപ്പിച്ച് കൂട്ടി നമ്പർ ഇട്ട് നോക്കിയതാണ്. സത്യമായിട്ടും നീയാണ് സത്യം, ഞാനാണ് സത്യം. പറയാം. അപ്പോ ഞായറാഴ്ച ഞാൻ വരാൻ പറയട്ടെ? പിന്നെ നീ വരാൻ പറ, അവന്റെ കൈ കാലം ഞാൻ തല്ലി പിടിച്ചു തരാം. കള്ളം പറയുമ്പോ ചേച്ചിക്ക് അറിയാടുന്നത് കള്ളാണെന്ന് ആർക്കറിഞ്ഞൂടായിരുന്ന? നിന്ന് മോങ്ങുന്ന ഒരുത്തൻ. എന്നിട്ട് ഒന്ന് നെയ്യാറ്റിക്കര വിളിക്കാൻ പോകുന്നു. നെയ്യാറ്റിക്കര മാത്രമാക്കണടാ, പടവലത്തും അതിനിടക്ക് നീ വിളിക്കും. ഇനി എനിക്കിതറിയാറുണ്ട്, നീ ചുമ്മാ പറഞ്ഞാണെന്ന്. ഞാൻ ചുമ്മാ നീ എങ്ങനെ എതുവരെ പോകും നോക്കിയല്ലേ തന്നെ കേട്ടോ മക്കളെ. യശുമോന്റെ കാര്യം എപ്പോഴും ആലോചിക്കണം. എന്റെ പെങ്ങളാണ് ഞാൻ. നിന്നോട് പറയാണ്ട് ഞാൻ എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും കാര്യം ചെയ്യോ? എന്റെ ചേട്ടനല്ലേടാ. എന്റെ കൊച്ചെന്നോട് പറയാതെ ഒന്നും ചെയ്യൂല. മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി.